നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിന് വളരെ മനോഹരമായ ഒരു പോൺ ചെയിൻ ഉണ്ട്. കൂടാതെ D5 ഒരു പ്രൊട്ടക്റ്റഡ് പാസ്ഡ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു പാസ്ഡ് പോൺ വൈറ്റിന് എത്രമാത്രം ഗുണകരമാകും എന്ന് നമുക്ക് നോക്കാം. ബ്ലാക്കിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് A6 പോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെയിറ്റിംഗ് മൂവ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഓപ്പോസിഷൻ നിലനിർത്തുവാൻ പല സാഹചര്യങ്ങളിലും നമുക്ക് വെയിറ്റിംഗ് മൂവ് വളരെയധികം സഹായകരമാകാറുണ്ട്. അതുകൊണ്ട് കളിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു വെയിറ്റിംഗ് മൂവ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നുവെങ്കിൽ ആ ഒരു പോൺ പുഷ് നടത്താതെ വെയിറ്റിംഗ് മൂവിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. ബ്ലാക്കിന് H5 ഒരു ഔട്ട്സൈഡ് പാസ് പോൺ ഉണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ സംരക്ഷണത്തിലായതുകൊണ്ട് വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും ഔട്ട്സൈഡ് പാസ് പോൺ മുൻപിലോട്ട് നീക്കം നടത്തരുത്. കാരണം ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് വൈറ്റിൻ്റെ D5 ഇരിക്കുന്ന പോണിൻ്റെ സ്ക്വയർ തിയറിക്കുള്ളിലും ബ്ലാക്കിൻ്റെ പോൺ H5 നിന്നും H4 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ H5 ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നതിന് കിങ്ങിന് സാധിച്ചു എന്ന് വരില്ല. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. കിങ് F2. വൈറ്റിൻ്റെ കിങ് H5 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നതിന് വേണ്ടി മുൻപിലോട്ട് നീക്കങ്ങൾ നടത്തുന്നു. കിങ് F6 ഡിസ്റ്റൻ്റ് ഓപ്പോസിഷൻ. കിങ് G3. കിങ് G5 ഡയറക്റ്റ് ഓപ്പോസിഷൻ. KG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. കിങ് H3. കിങ് H4 എന്നൊരു നീക്കം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നു. കിങ് F6. ഇങ്ങനെയുള്ള പൊസിഷനുകളിൽ ഒരു കാരണവശാലും കിങ് G6 എന്ന നീക്കം നടത്തുവാൻ പാടില്ല. കാരണം വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് H4 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് G5 നിന്നും മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തേണ്ടി വരുന്നു. അപ്പോൾ H5 ഇരിക്കുന്ന പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. കിങ് H4. കിങ് G6. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ആക്രമിക്കുമ്പോൾ KG6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ആ നീക്കത്തെ പ്രതിരോധിക്കുന്നു. പോൺ D6. വൈറ്റിൻ്റെ പാസ്റ്റ് പോൺ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് H5 ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നു. കിങ് F6. കിങ് ക്രോസ് H5. കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ H5 ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുന്നു. കിങ് E6. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ച് അടുത്ത നീക്കത്തോടു കൂടി വൈറ്റിൻ്റെ പാസ്ഡ് പോണിനെ വെട്ടിയെടുക്കുവാൻ സാധിക്കും. കിങ് G5. കിങ് ക്രോസ് D6. കിങ് F5. കിങ് C5. വൈറ്റിന് വേണമെങ്കിൽ KE6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഹൊറിസോണൽ ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ 5th റാങ്കിലൂടെ നീക്കം നടത്തിക്കൊണ്ട് C6 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കാനാണ് ബ്ലാക്കിൻ്റെ കിങ് ശ്രമിക്കുന്നത്. കിങ് E5. കിങ് B6. കിങ് D5. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു ബ്ലാക്ക് നടത്തിയിരുന്നത്. എന്തായിരുന്നു ആ നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. കിങ് A5. കിങ് ക്രോസ് C5 സ്റ്റെയിൽമേറ്റ്. ബ്ലാക്കിന് വളരെ സുന്ദരമായ ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.